പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ +1 മാത്സിൻ്റെ 4ാമത്തെ പാഠമായിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ എന്താണ് ആ പ്രിൻസിപ്പിൾ എന്നും എങ്ങനെയാണ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണെന്ന് എങ്ങനെയാണ് കാണിക്കുക, അതിനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ ഒരു പ്രോബ്ലവും നമ്മൾ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും, അതിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ഡിസ്കഷൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് നമ്മൾ കാണിക്കണം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1³ + 2³ + 3³ + എക്സെട്ര + n³ = n × n + 1/2 അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ P(n) എന്ന് വിളിക്കണം, അല്ലേ? അപ്പോൾ നമുക്കത് ആദ്യം ചെയ്യാമല്ലോ. സോ ആൻസർ ലെറ്റ് P(n) എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. സോ ലെറ്റ് P(n) എന്ന് എഴുതുക. എന്നിട്ട് 1³ + 2³ + 3³ + എക്സെട്ര + n³ = n × n + 1/2 അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എന്താ ചെയ്തത്? നമുക്ക് തന്നിരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P(n) എന്ന് പേരിട്ട് വിളിച്ചു. അങ്ങനെ പേരിട്ട് വിളിച്ചുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിന് വീണ്ടും എടുത്ത ആൻസറിൽ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന നാച്ചുറൽ നമ്പറിന് ട്രൂ ആണെന്ന് കാണിക്കണം. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഈക്വൽ ടുയുടെ ഇപ്പുറത്തും അപ്പുറത്തും രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായാലും റൈറ്റ് ഹാൻഡ് സൈഡിലായാലും സെയിം കിട്ടണം, ഈക്വൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് P(1) ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 ഇട്ട് കൊടുക്കാൻ പോവാണ്. രണ്ട് സ്ഥലം ഈക്വലായി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈക്വലായി വരുന്നുണ്ടെങ്കിൽ P(1) ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം എഴുതുക? P(1) എന്നിട്ടിട്ട് രണ്ട് കുത്തിടുക, കോളൻ ഇടുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 എടുക്കുക. 1 എടുക്കുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1³ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ P(2) ആണ് എടുക്കേണ്ടതെങ്കിൽ നമുക്ക് P(2) എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണ്, P(2) ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ 2³ എന്ന് മാത്രം എടുത്താൽ പോരാ, നമ്മൾ 1³ + 2³ എടുക്കണം. ഇനി P(3) ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1³ + 2³ + 3³ എടുക്കണം. അല്ലാതെ 3³ ഒറ്റയ്ക്ക് എടുക്കരുത്. അപ്പോൾ നമുക്ക് ആൻസർ ശരിയായിട്ട് കിട്ടില്ല രണ്ട് സൈഡിലും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല, മറ്റ് നമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, P(3) എന്ന് പറയുമ്പോൾ 3³ മാത്രം എടുത്താൽ പോരാ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇതിൻ്റെയും കൂടി സമ്മാണ് എടുക്കേണ്ടത്. 3 വരെയുള്ളതിൻ്റെ കൂടി സം എടുത്താലാണ് നമുക്ക് രണ്ട് സൈഡും ഈക്വലായിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 1³ മാത്രമേ വരുള്ളൂ. അപ്പോൾ 1³ ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 1 × 1 + 1/2 ഓക്കെ, അപ്പോൾ 1³ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 1 × 1 അതെന്ത് തന്നെയാണ്? 1 ആണ്. ഇനി 1 × 1 + 1/2 1 + 1 എന്ന് പറയുമ്പോൾ അതെന്താ? 2. അപ്പോൾ 1 × 2/2 ഉള്ളിൽ 2/2 എന്ന് വരും. പുറത്ത് നമുക്കൊരു സ്ക്വയർ ഉണ്ട്. ഈ 2/2 രണ്ടും ക്യാൻസലായി പോയതുകൊണ്ട് നമുക്കവിടെ 1² എന്ന് വരും. അപ്പോൾ 1 ഈ 1 തന്നെയാണ് നമ്മളിവിടുത്തെ എഴുതുന്നത്. 1 = 1². 1² നമുക്കറിയാം എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. അതെപ്പോഴും 1 തന്നെ കിട്ടണമെന്നില്ല. 1 തന്നെ കിട്ടിയാലേ P(1) ട്രൂ ആവൂ എന്നില്ല. ഏത് നമ്പർ കിട്ടിയാലും അത് രണ്ട് സൈഡിലും ഈക്വൽ ആണെങ്കിൽ P(1) ട്രൂ ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Therefore P(1) is true. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എഴുതി. അപ്പോൾ ഈ സ്റ്റെപ്സ് വീണ്ടും പറയുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പും വിട്ടു പോകരുത്. ഓരോ സ്റ്റെപ്പിനായിട്ടാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ P(1) ട്രൂ ആണ് നമ്മൾ എഴുതിയല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് P(k) ട്രൂ ആണ്, അല്ലെങ്കിൽ k എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിൻ്റെ സ്ഥാനത്തിട്ട് കൊടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് സൈഡും ഈക്വലായിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു, എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളിവിടെ എഴുതണം assume that P(k) is true. ഓക്കെ, അതായത് എൻ്റെ സ്ഥാനത്ത് k എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ അസ്യൂം ചെയ്തെന്ന് എഴുതി കഴിയുമ്പോഴേക്കും നമ്മൾ എന്തുകൂടി എഴുതണം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, നമുക്ക് തന്നിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെ അതിൽ എന്നിൻ്റെ സ്ഥാനത്ത്
കെ എന്നിട്ട് കൊടുത്തുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് എന്നായിരുന്നു, അത് നമ്മൾ കെ ക്യൂബ് എന്ന് എഴുതണം. ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചേഞ്ച് മാത്രം വരുത്തിയാൽ മതി. ആ n എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് കെക്ക് ട്രൂ ആണ്, അല്ലെങ്കിൽ ഈ പി ഓഫ് കെ എന്ന് പറയുന്നത് ട്രൂ ആണ്, കെ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ടാണ് വരുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യണം പി ഓഫ് കെക്ക് ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1നും ട്രൂ ആണ്. അതായത് കെ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ട്രൂ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കെ പ്ലസ് 1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴും ട്രൂ ആയിട്ട് വരും എന്ന് നമ്മളത് കാണിക്കണം. ഓക്കെ, കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഈ കെയിനോട് 1 ആഡ് ചെയ്ത് വരുന്ന നമ്പറാണ് കെ പ്ലസ് 1. അപ്പോൾ ആ നമ്പർ ഇട്ട് കൊടുക്കുമ്പോഴും ഇത് ട്രൂ ആണെന്ന് കാണിക്കണം. അങ്ങനെ ട്രൂ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണ്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ശരിയാണ് നമുക്കപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതാൻ പോവാണ്. പി ഓഫ് കെ പ്ലസ് 1. ഓക്കെ, പി ഓഫ് കെ പ്ലസ് 1. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതും. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എവിടെയാണോ n വന്നത്, പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എവിടെയാണോ n ഉള്ളത് അവിടെ നമ്മൾ കെ പ്ലസ് 1 ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് പി ഓഫ് കെ പ്ലസ് 1 ആവുന്നത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുത്തു? നേരത്തെ കെ ഇട്ട് കൊടുത്ത പോലെ തന്നെ കെ പ്ലസ് 1 ഇട്ട് കൊടുത്തു. നമുക്ക് പക്ഷേ ഒരു കാര്യം അറിയാം അല്ലേ, കെ പ്ലസ് 1ന് മുന്നേ ആണ് ഈ കെ വരുന്നത്, അല്ലെങ്കിൽ കെയിനോട് 1 ആഡ് ചെയ്ത് വരുന്ന നമ്പർ എപ്പോഴും കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ആലോചിക്കാം? ഈ കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബിന് മുമ്പ് എന്തുണ്ട്? ഒരു കെ ക്യൂബ് അവിടെ കിടക്കുന്നുണ്ട്. കെ ക്യൂബ് കഴിഞ്ഞിട്ടാണ് കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് വരുന്നത് അല്ലേ. കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് കെയിനോട് 1 ആഡ് ചെയ്തിട്ടുള്ള നമ്പറാണ്. 1 ആഡ് ചെയ്തിട്ടുള്ള നമ്പറാന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഈ കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബിന് മുമ്പായിട്ട് എന്തുണ്ടെന്ന് പറയാം? നമുക്ക് കെ ക്യൂബ് ഉണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞാണ് ഈ കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് വരുന്നത്. ഓക്കെ, ഇനി ഈസ് ഈക്വൽ ടു എഴുതുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കെ ഇൻറ്റു കെ പ്ലസ് 1 എഴുതിയ പോലെ കെ പ്ലസ് 1 ഇട്ട് കൊടുത്തല്ല എഴുതേണ്ടത്. നമ്മൾ ഇതിൽ നിന്നാണ് അങ്ങനെ എഴുതി കണ്ടുപിടിച്ച് വരികയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് അങ്ങനെയാണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ്, ഇത് നമുക്കറിയാം എന്താണെന്ന്. എന്താണത്? ഇതെന്ന് പറയുന്നത് എന്താണത്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. കെ ഇൻറ്റു കെ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ ആണ് ഈ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് കെ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇതവിടെ നിന്നോട്ടെ, നമുക്ക് അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. സോ കെ ഇൻറ്റു കെ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എടുത്ത് എഴുതാം. ബാക്കി വരുന്ന കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് നമ്മളെടുത്ത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ക്വയർ ഓരോ ടേംസിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ കെ സ്ക്വയർ, പിന്നെ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഈ സ്ക്വയർ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു എന്നുള്ളൂ. ഈ സ്ക്വയർ ഇതിന് കൊടുത്തപ്പോൾ കെ സ്ക്വയർ ആയി, ഇതിന് കൊടുത്തപ്പോൾ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആയി, 2ന് കൊടുത്തപ്പോൾ 2 സ്ക്വയർ ആയി. അത്രേ നമ്മൾ ചെയ്തുള്ളൂ. ഇനി ഈ രണ്ട് ടേംസിൽ, അതായത് കെ സ്ക്വയർ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയറിലും കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബിലും എന്ത് കോമൺ ഉണ്ട്? കെ പ്ലസ് 1 അല്ലെങ്കിൽ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കോമൺ ഉണ്ട്. ഇവിടെ ഒരു ഹോൾ സ്ക്വയറും ഉണ്ട്, ഇവിടെ ക്യൂബാണുള്ളത്. ഈ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ആണ് അല്ലേ. അതായത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ആണ് ഈ കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത്. അതിൽ 2 കെ പ്ലസ് 1 കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അതിനോട് ഒരു കെ പ്ലസ് 1 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഈ കെ പ്ലസ് 1 ദ ഹോൾ ക്യൂബിന് നമുക്ക് എങ്ങനെ വിചാരിക്കാം? കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ആണെന്ന് വിചാരിക്കാം. അതിനർത്ഥം ഈ രണ്ട് ടേംസിലും എന്തുണ്ട് കോമൺ ആയിട്ട്? കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇനി ഇവിടെ എന്താ ബാക്കി വരുന്നത്? കെ സ്ക്വയർ ബൈ 2 സ്ക്വയർ പ്ലസ്, ഇവിടെ നമ്മൾ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരുന്നുണ്ട്? കെ പ്ലസ് 1 ആണ്. ഓക്കെ, അപ്പോൾ കെ പ്ലസ് 1 നമ്മളിവിടെ എഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നത് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ നമ്മൾ പുറമേ അങ്ങനെ തന്നെ എഴുതും. ഇനി കെ സ്ക്വയർ പ്ലസ്
ഈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ആ 4നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ k+1 എന്ന ടേമിലേക്ക്. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × k+1 അല്ലേ, ബൈ ഇവിടേക്കും അപ്പോൾ ഡിനോമിനേറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അങ്ങനെ 4 കിട്ടുന്നു. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഇനി k+1² k² പ്ലസ് ഈ 4 നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? പ്ലസ് 4k പ്ലസ് ഈ 4 × k ചെയ്തപ്പോൾ 4k കിട്ടി. ഈ 4 × 1 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്കപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് ഫാക്ടേഴ്സിൻ്റെ രൂപത്തിൽ എഴുതണമെങ്കിൽ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് വെച്ചിട്ടാണ്. അത് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ k+1² ഓക്കെ, k+1² k² + 4k + 4. ഈ 4kനെ നമ്മൾ അല്ലെങ്കിൽ ഈ 4നെ നമ്മൾ 2 നമ്പേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ AB എന്ന് പറയുന്ന 2 നമ്പേഴ്സായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ എൻ്റെയും ബിൻ്റെയും സം എടുക്കുമ്പോൾ, അതായത് ഈ എയും ബിയും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 4ഉം കിട്ടണം. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടണം? ഈ ഇവിടെയുള്ള കോയിഫിഷ്യൻറ്റും ഇവിടെയുള്ള കോയിഫിഷ്യൻറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമോ അത് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഉള്ളത് ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. അപ്പം AB എന്ന് പറയുന്ന 2 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സം എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കണം. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇവിടെയുള്ള കോയിഫിഷ്യൻറ്റിൻ്റെയും ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 4 ആണ്, സം എന്ന് പറയുന്നത് 4 ആണ്. അതായത് 2 നമ്പേഴ്സ് AB, അത് കൂട്ടിയാലും 4 കിട്ടണം, അത് മൾട്ടിപ്ലൈ ചെയ്താലും 4 കിട്ടണം. ഓക്കെ, AB മൾട്ടിപ്ലൈ ചെയ്താലും 4 കിട്ടണം. അങ്ങനെയുള്ള 2 നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് 2 നമ്പേഴ്സ് പറയാം? 2 പറയാം അല്ലേ, 2ഉം 2ഉം. ഇപ്പോൾ 2 ആഡ് ചെയ്താലും നമുക്ക് 4 ആണ് കിട്ടുക, മൾട്ടിപ്ലൈ ചെയ്താലും എന്താ കിട്ടുക? 2 × 2 4 ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സായിട്ടാണ് നമ്മളിവിടെ 4kനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ടേമിനെ, ഇവിടെയുള്ള മിഡിൽ ടേം ഏതാണ്? 4k, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നാണ് അർത്ഥം. അപ്പോൾ k² + 4k നമുക്ക് എങ്ങനെ എഴുതാം? 2k + 2k + 4/4. അപ്പോൾ ഇവിടെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 2k + 2k എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? 4k. അപ്പോൾ 4kനെ നമ്മൾ 2 നമ്പേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ 2 നമ്പേഴ്സിൻ്റെ സം എടുത്താൽ 4k എന്ന് കിട്ടണം. അതിൻ്റെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെയും കൂടി പ്രൊഡക്റ്റ്, അതായത് 4 തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയല്ലോ. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ 4 ടേംസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 ടേംസ് ആയിരുന്നു, നമ്മൾ 4 ടേംസ് ആക്കി. നടുക്കത്തെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഈ ആദ്യത്തെ 2 ടേംസ് എടുക്കുക, അതിൽ കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? k വരുന്നുണ്ട് അല്ലേ, k വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ k നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ k + k × k+2 പ്ലസ് ഇനി അടുത്ത 2 ടേംസ്, അതിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്? 2 വരുന്നുണ്ട്. ഇവിടെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 × 2 ആണ്, അതിനകത്ത് 2 കോമൺ വരുന്നുണ്ട്. അപ്പോൾ 2 × k+2. ഓക്കെ, ഇനി ബൈ 4. നമുക്കിതിനൊന്നും കൂടി എഴുതാം, k+1² ഇനി ഇവിടെ രണ്ടിടത്തും എന്ത് വന്നിട്ടുണ്ട്? k+2 എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ആ k+2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ടേംസിൽ നിന്നും പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ട് ബാക്കി വരുന്നത് ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതുന്നു. അതായത് ഇപ്പോൾ ഈ k+2 കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് k+2 നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതും. ഇനി ബാക്കി ഇവിടെ വരുന്നത് kയും ഇവിടെ വരുന്നത് 2 ആണ്, അത് മറ്റൊരു ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നു. അപ്പോൾ k+2 × k+2/4 നമുക്ക് കിട്ടി. ഈ k+2 × k+2 എന്ന് പറഞ്ഞാൽ എന്താ? a × a എന്താണ്? a², b × b b². അതുപോലെ k+2 × k+2 k+2² നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ എഴുതാമല്ലോ, k+1² അല്ലെങ്കിൽ k+2². ഓക്കെ, /4 നമുക്ക് എല്ലാത്തിനും കൂടി 4 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് ഈ k+1² × k+2² അതിന് നമുക്ക് എങ്ങനെ എഴുതാം? k+1 × k+1 +1/2² ഇപ്പോൾ ചെയ്തത് എന്താണ്? നമ്മൾക്ക് ഉണ്ടായിരുന്ന സ്ക്വയറൊക്കെ, അതായത് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2² ആണ്. ആ ഉണ്ടായിരുന്ന സ്ക്വയറൊക്കെ നമ്മൾ ഒറ്റ ബ്രാക്കറ്റിനകത്തായിട്ട്, ഹോൾ ബ്രാക്കറ്റിനകത്തായിട്ട് നമ്മൾ സ്ക്വയർ എഴുതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ k+2നെ നമ്മൾ k+1+1 എന്ന് എഴുതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ k+1+1 എന്ന രീതിക്ക് എഴുതി. അങ്ങനെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ സ്ക്വയർ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയായിരിക്കും കിട്ടുക.
അപ്പോൾ നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ആകെ നമുക്ക് ഉണ്ടായിരുന്ന സ്ക്വയറൊക്കെ നമ്മൾ ഒറ്റ സ്ക്വയറായിട്ട് എഴുതി. അതുപോലെ k+2നെ k+1+1 എന്ന് എഴുതി. ഇനി നമ്മൾ നേരത്തെ പി ഓഫ് കെ കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരുന്നു കിട്ടിയിരുന്നത്? k × k+1/2 അതായത് കെൻ്റെ സ്ഥാനത്ത് നമ്മൾ, അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ k ഇട്ട് കൊടുത്തപ്പോൾ k × k+1/2 എന്ന് വന്നു. നമ്മൾ 1 ആണ് ഇട്ട് കൊടുത്തെങ്കിൽ 1 × 1+1/2 എന്ന് വന്നേനെ. 3 ആണ് ഇട്ട് കൊടുത്തെങ്കിൽ 3 × 3+1/2 എന്ന് വന്നേനെ. അതുപോലെ k+1 ആണ് ഇട്ട് കൊടുത്തിരുന്നെങ്കിലോ k+1 × k+1+1/2 എന്ന് വന്നേനെ. അതുതന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? k+1 × k+1+1/2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ചെയ്തു വന്നിരിക്കുന്നത് ശരിയാണ്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? നമുക്ക് പി ഓഫ് കെ കിട്ടിയ ഫോമിൽ തന്നെയാണ് പി ഓഫ് k+1 കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം പി ഓഫ് k+1 ട്രൂ ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore പി ഓഫ് k+1 is true and hence by Principle of Mathematical Induction (PMI) this statement is true for all natural numbers. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പി ഓഫ് k+1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കാണിച്ചു. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് k+1 ട്രൂ ആണെന്ന് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: 1 + 3 + 3² + 3³ etc. + 3n - 1 = 3n - 1/2. ഇവിടെ 3n - 1 എന്ന് പറയുന്നത് n-1 പവറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ -1 പവറിലല്ല, അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പ്രൂവ് ചെയ്ത പോലെ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുക്കണം. പേരെന്താണ് നമ്മൾ കൊടുക്കുക? ലെറ്റ് പി ഓഫ് എൻ അല്ലേ? പി ഓഫ് എൻ 1 + 3 + 3² + 3³ etc. + 3n - 1 = 3n - 1/2. അപ്പോൾ അത് നമ്മൾ പേര് കൊടുത്തു. പേര് കൊടുത്തത് പി ഓഫ് എൻ എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് 1 എഴുതണം അല്ലേ? പി ഓഫ് 1ന് ട്രൂ ആണെന്ന് കാണിക്കണം. അതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും എന്നിന് 1 എന്നിട്ട് കൊടുക്കണം. റൈറ്റ് ഹാൻഡ് സൈഡിലും എന്നിന് 1 എന്നിട്ട് കൊടുക്കണം. ഇവിടെ എന്നിന് 1 എന്നിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. ഈ എന്നിൻ്റെ സ്ഥാനത്ത് 1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 3 × 1 - 1 1 - 1 0 ആണ്. 3 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നമ്പർ നമ്മൾ 0യിലേക്ക് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 0 പവറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് 1 ആയിരിക്കും. അപ്പോൾ 3 × 0 വന്നാലും 2 × 0 വന്നാലും 5 × 0 വന്നാലും ഒക്കെ നമുക്ക് 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒന്നെങ്കിലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ടേം എടുത്താലും മതി. അപ്പോൾ 1 = ഇനി ഈ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. ഓക്കെ, 3n - 1/2. ഇവിടെ 3n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 തന്നെയാണ്. സോ 1 = 1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഓഫ് 1 is ട്രൂ. അപ്പോൾ ആദ്യം നമ്മൾ പേര് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിച്ചു. രണ്ട് സൈഡും നമുക്ക് ഈക്വൽ ആണല്ലോ കിട്ടിയത്. അതുകൊണ്ട് പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. സോ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. ഓക്കെ, പി ഓഫ് കെ ട്രൂ ആണ്. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ കെ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് ഈക്വൽ ആണ് വരുന്നത് എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെ എഴുതണം അല്ലേ? പി ഓഫ് കെ എഴുതുന്ന സമയത്ത് എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ കെ ഇട്ട് കൊടുത്ത് എഴുതുക. അപ്പോൾ 1 + 3 + 3² + 3³ etc. + 3k - 1 = 3k - 1/2. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് കെക്ക് ട്രൂ ആണെങ്കിൽ പി ഓഫ് k+1ന് ട്രൂ ആണെന്ന് കാണിക്കണം. പി ഓഫ് k+1 അപ്പോൾ എഴുതാമല്ലോ. പി ഓഫ് k+1 എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുക. 1 + 3 + 3² + 3³ etc. + 3kൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത്? അല്ലെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? k+1 - 1. അപ്പോൾ ഇവിടെ k വന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇവിടെ n വന്ന സ്ഥലത്ത് നമ്മൾ എന്തിട്ട് കൊടുത്തു? k+1 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം എന്ത്? ഇതിന് മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? ഇത് വന്നിട്ടുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ ഒരു k+1 എന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ടേമിന് മുമ്പായിട്ട് k വരുന്ന ടേം വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾക്കതിങ്ങനെ ഇമാജിൻ ചെയ്യാമല്ലോ. സോ 3k - 1. ഓക്കെ, ഇനി നമുക്ക് ഇത് എഴുതാമല്ലോ. നമുക്കപ്പോൾ എന്തറിയാം? ഇതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. 3k - 1/2 ആണ്. അപ്പോൾ നമുക്കതെടുത്ത് എഴുതിയാൽ മതിയല്ലോ. അടുത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 3k - 1/2.
ഇനി നമുക്ക് ഇവിടെ ബാക്കി വന്നിരിക്കുന്ന ടേം ഏതാണ്? പ്ലസ് 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? കെ പ്ലസ് 1 മൈനസ് 1, കെ പ്ലസ് 1 മൈനസ് 1, പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ 3 റേസ് ടു കെ മാത്രമേ ബാക്കി വരുള്ളൂ അല്ലേ? കെ പ്ലസ് 1 മൈനസ് 1, പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 3 റേസ് ടു കെ മാത്രം ബാക്കി വരും. അപ്പോൾ നമുക്ക് 3 റേസ് ടു കെ മാത്രം എഴുതിയാൽ മതിയല്ലോ. സോ പ്ലസ് 3 റേസ് ടു കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പോൾ 3 റേസ് ടു കെ മൈനസ് 1/2 പ്ലസ് 3 റേസ് ടു കെ ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 2നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 6k എന്ന് എഴുതി വെക്കരുത്. 2 × 3 റേസ് ടു കെ എന്ന് പറയുന്നത് 6k ആണെന്ന് എഴുതി വെക്കരുത്. 2 × 3 റേസ് ടു കെ എന്ന് തന്നെ എഴുതി വെക്കാം. കാരണം 2 × 3 ഇവിടെ ഒരു എക്സ്പോണൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് 2 × 3 6k ആണെന്ന് എഴുതി വെക്കരുത്. 2 × 3k എന്ന് തന്നെ 3 റേസ് ടു കെ എന്ന് തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഈ 2 ആണ് ഡിവൈഡഡ് ബൈ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ ടേമും 3 റേസ് ടു കെയും 2 × 3 റേസ് ടു കെയും. ഇപ്പോൾ നമുക്ക് എയും 2 × എയും തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 × എ എന്ന് പറഞ്ഞാൽ 2a തന്നെയല്ലേ? അപ്പോൾ എയും 2a തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? a പ്ലസ് 2a എത്ര വരും? 3a അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 റേസ് ടു കെയും 2 × 3 റേസ് ടു കെയും. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 3 റേസ് ടു കെ. എയുടെ സ്ഥാനത്ത് 3 റേസ് ടു കെ വന്നിട്ടുണ്ട്. ഇവിടെയും 3 റേസ് ടു കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് എന്തായിരിക്കും? 3a ആയിരിക്കും. അപ്പോൾ ഇവിടെയും 3 റേസ് ടു കെ ഇട്ട് കൊടുക്കുക. 3 × 3 റേസ് ടു കെ ആയിരിക്കും നമുക്ക് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. അതായത് ഇവിടെ ഒരു 3 റേസ് ടു കെ ഉണ്ട്, ഇവിടെ 2 3 റേസ് ടു കെ ഉണ്ട്. അപ്പോൾ ഒരു 3 റേസ് ടു കെ പ്ലസ് 2 3 റേസ് ടു കെ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 3 3 റേസ് ടു കെ. നമുക്കത് എഴുതാമല്ലോ. 3 റേസ് ടു കെ, 3 × 3 റേസ് ടു കെ. ഓക്കെ, ഇൻറ്റു നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് എഴുതിയാലും മതി. സോ 3 × 3 റേസ് ടു കെ. ബാക്കി ഇവിടെ എന്താ വന്നിട്ടുള്ളത്? -1/2. ഓക്കെ ആണല്ലോ. സോ 3 × 3 റേസ് ടു കെ -1/2. ഇനി ഈ 3 × 3 റേസ് ടു കെ, ഈ 3 എന്ന് പറയുന്നത് വെറുതെ എഴുതിയിരിക്കുന്നത് ശരിക്കും 3 റേസ് ടു 1 ആണ്. നമുക്കറിയാം a റേസ് ടു m × a റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് a റേസ് ടു m പ്ലസ് n ആണ്. അതായത് 2 നമ്പേഴ്സ്, അതിന് പവേഴ്സ് ഉണ്ട്, അതിന് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ നമ്പർ റേസ് ടു ആ പവേഴ്സിൻ്റെ സമ്മ്, അതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, അത് രണ്ടും 3 ആണ്. ആ 3ന് പവേഴ്സ് ഉണ്ട്, ഒന്നിൻ്റെ പവറാണ് 1, ഒന്നിൻ്റെ പവർ k. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പവേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബേസ് ആയിട്ട് ഈ നമ്പർ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? 3 റേസ് ടു k പ്ലസ് 1. ഓക്കെ, 1 + k എന്ന് എഴുതാം. k + 1 എന്ന് എഴുതുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 റേസ് ടു k + 1. അപ്പോൾ ഇവിടെ a റേസ് ടു m, a റേസ് ടു n. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? a റേസ് ടു m + n. ഓക്കെ, നമുക്ക് ബാക്കി ഇവിടെ -1 വന്നിട്ടുണ്ട്. നമുക്ക് എഴുതാമല്ലോ. 3 റേസ് ടു k + 1 -1/2. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കെയ്ക്ക് എഴുതിയ സമയത്ത്, നമ്മൾ p ഓഫ് k എഴുതിയ സമയത്ത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരുന്നു വന്നിരുന്നത്? 3 റേസ് ടു k -1/2. അതായത് എൻ്റെ സ്ഥാനത്ത് നമ്മൾ k ഇട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ വന്നത്. ഇനി എൻ്റെ സ്ഥാനത്ത് k + 1 ആയിരുന്നു ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? 3 റേസ് ടു k + 1 -1/2 അല്ലേ? ഇത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ചെയ്തു വന്നപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? p ഓഫ് k ട്രൂ ആണെങ്കിൽ p ഓഫ് k + 1 ട്രൂ ആണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു p ഓഫ് k ട്രൂ ആണെങ്കിൽ p ഓഫ് k + 1 is true. സോ p ഓഫ് k + 1 is true. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ p ഓഫ് n എന്ന് വിളിച്ചു. അതിനുശേഷം p ഓഫ് 1ന് ട്രൂ ആണെന്ന് കാണിച്ചു. അതിനുശേഷം p ഓഫ് kക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, നമ്മൾ വിചാരിച്ചു. അങ്ങനെ p ഓഫ് kക്ക് ട്രൂ ആണെങ്കിൽ p ഓഫ് k + 1നും ട്രൂ ആണെന്ന് കാണിച്ചു. അതിനുശേഷം അതിന് നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഡ് ചെയ്ത് എഴുതിയത് എന്താണ്? ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രൂവ് ബൈ PMI, അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 2 + 2² + 2³ + etc. + 2 റേസ് ടു n ഈസ് ഈക്വൽ ടു 2 × 2 റേസ് ടു n - 1.
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ട്രൂ ആണെന്ന്, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് ട്രൂ ആണെന്ന് കാണിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ പി ഓഫ് എൻ എന്ന് വിളിക്കണം. അപ്പോൾ ലെറ്റ് പി ഓഫ് എൻ, അപ്പോൾ ആൻസർ ആണിത്. ആൻസർ ലെറ്റ് പി ഓഫ് എൻ 2 + 2 square + 2 cube + etc. + 2 raised to n is equal to 2 × 2 raised to n - 1. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എടുത്ത് എഴുതി. അതാണ് നമ്മൾ ചെയ്തത്. ഇനി എന്ത് ചെയ്യണം, പി ഓഫ് എൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പി ഓഫ് 1ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കാണിക്കണം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി ഓഫ് 1 ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ അത് കാണിക്കണം. പി ഓഫ് 1 എഴുതിക്കേ. പി ഓഫ് 1 എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 raised to n-ൻ്റെ എവിടെ, അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം എടുത്താലും മതി. 2 raised to n-ൻ്റെ എവിടെ നമ്മൾ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, 2 തന്നെ വരും. ഇനി 2 raised to 2 ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ 2 = 2. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ എന്നിൻ്റെ സ്ഥാനം നമ്മൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും, 2 × 2 raised to 1 - 1 അല്ലേ. ഇനി നമുക്ക് ഈ 2 അതുപോലെ തന്നെ എടുത്ത് എഴുതാം. ഇനി 2 × 2 raised to 1 - 1. 2 raised to 1 എന്ന് പറയുമ്പോൾ എന്താണ്, 2 തന്നെയാണ്. 2 - 1 എന്താണ്, 1. അപ്പോൾ 2 × 1 2. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഈക്വൽ കിട്ടിയില്ലേ, 2ഉം 2ഉം രണ്ട് സൈഡിലും കിട്ടി. 1ഉം 1ഉം കിട്ടിയാലേ പി ഓഫ് 1 ട്രൂ ആവുന്നു എന്നില്ല. 2ഉം 2ഉം കിട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പർ വരാം രണ്ട് സൈഡിലും, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ രണ്ട് നമ്പേഴ്സ് ഈക്വലായി വന്നാൽ നമുക്ക് പറയാം എന്ത്, പി ഓഫ് 1 ട്രൂ ആണെന്ന്. എപ്പോഴും 1 = 1 എന്ന് വരണമെന്നില്ല. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ അങ്ങനെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്, ഏത് നമ്പർ വേണമെങ്കിലും വരാം ഈക്വൽ ടു ഇട്ടിട്ട്. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണ്. അപ്പോൾ നമ്മൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിച്ചല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം therefore പി ഓഫ് 1 is ട്രൂ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ വിചാരിക്കണം പി ഓഫ് കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് കെ ട്രൂ ആണെന്ന് വിചാരിക്കണം. അതായത് നമ്മൾ എൻ്റെ സ്ഥാനത്ത് കെ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അത് ട്രൂ ആണെന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യണം, അങ്ങനെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമ്മൾ എഴുതണം അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് കെ കൊടുത്ത് എഴുതാമല്ലോ. അപ്പോൾ കെ കൊടുത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും, 2 + 2 square + 2 cube + etc. + 2 raised to k is equal to 2 × 2 raised to k - 1. ഓക്കെ ആണല്ലോ. 2 × 2 raised to k - 1. ഈ -1 എന്ന് പറയുന്നത് ഈ പവറിലല്ല വരുന്നത്, അല്ലാതെ വരുന്ന -1 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പി ഓഫ് കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പി ഓഫ് കെക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പി ഓഫ് കെക്ക് ട്രൂ ആണെങ്കിൽ പി ഓഫ് k + 1 അല്ലെങ്കിൽ k + 1 എന്ന നാച്ചുറൽ നമ്പറിനും ഇത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പി ഓഫ് k + 1. പി ഓഫ് k + 1 എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതിയ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം എഴുതണം. 2 + 2 square + 2 cube + etc. പിന്നെ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കണം, k + 1 ഇട്ട് കൊടുക്കണം അല്ലേ. k + 1, പി ഓഫ് k + 1 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് k + 1 ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതി. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്ത പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, 2 raised to k + 1ന് മുൻപായിട്ട് ആര് വരുന്നുണ്ട്, 2 raised to k വരുന്നുണ്ട്. k എന്ന് പറയുന്നത് k + 1-നേക്കാളും ചെറുതാണ്. k-നേക്കാൾ 1 കൂടിയിട്ടാണ് ഈ k + 1 വരുന്നത്. അതിനർത്ഥം 2 raised to k + 1ൻ്റെ മുൻപായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലാണ് ആര് വരുന്നത്, 2 raised to k വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകിൽ എഴുതാമല്ലോ, അതിലൊരു തെറ്റുമില്ല. ഇനി നമുക്കറിയാം 2 + 2 square + 2 cube + etc. + 2 raised to k എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ എഴുതി വെച്ചു. അതെന്താണ്, 2 × 2 raised to k - 1 അല്ലേ. 2 × 2 raised to k - 1. ഇനി നമുക്ക് ഈ ബാക്കിയുള്ളത് എടുത്ത് എഴുതാമല്ലോ. +2 × k + 2 raised to k + 1. ഇനി ഈ 2 raised to k + 1 നോക്കിക്കേ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു a raised to m × a raised to n എന്ന് പറയുന്നത് a raised to m + n ആണെന്ന് പറഞ്ഞു അല്ലേ. a raised to m × a raised to n is equal to a raised to m + n. അപ്പോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് എങ്ങനെയാണ്, a raised to m + n എന്ന ഫോമിലാണ് അല്ലേ. a raised to m kയും n 1ഉം ആണ്, അത് ആ ഒരു ഫോമിലാണ് കിടക്കുന്നത്. ആ ഫോമിനെ നമുക്ക് ഈ ഫോമിലേക്ക് ആക്കിയെടുക്കണം, അതായത് a raised to m × a raised to n എന്ന ഫോമിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം, 2 raised to k + 1 നമുക്ക് എങ്ങനെ എഴുതാം, 2 raised to k × 2 raised to 1. മനസ്സിലായോ? അതായത്
ഇവിടെ നമ്മൾക്ക് അറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. എങ്കിൽ നമുക്ക് എ റേസ് ടു എം പ്ലസ് എൻ തിരിച്ചും പറയാമല്ലോ. എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ 2 റേസ് ടു കെ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, എമ്മിൻ്റെ സ്ഥാനത്ത് കെ കൊടുക്കുക, എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 2 റേസ് ടു കെ പ്ലസ് 1 എങ്ങനെ എഴുതാം? 2 റേസ് ടു കെ ഇൻറ്റു 2 റേസ് ടു 1. ഈ 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാമല്ലോ. അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു 2 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 2 ഇൻറ്റു 2 റേസ് ടു കെ ഇൻറ്റു 2. ഓക്കെ ആണല്ലോ. നമ്മളിതിനെ വേറൊരു രീതിയിൽ എഴുതിയെന്നുള്ളൂ. ഇനി ഈ രണ്ട് ടേംസിൽ നോക്കിക്കേ, ഇതൊരു ടേം, ഇതൊരു ടേം. ഇവിടെ ആര് കോമൺ ആയിട്ട് വരുന്നുണ്ട്? 2 കോമൺ ആയിട്ട് വരുന്നുണ്ട്. 2 റേസ് ടു കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത് അത് നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമാണ്. അല്ലാതെ 2 റേസ് ടു കെയും കോമൺ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞെടുക്കരുത്. ഇവിടെ 2 ആണ് കോമൺ ആയിട്ട് വരുന്നത്. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാതെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 2 മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആ 2 നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാമല്ലോ. 2 ഇൻറ്റു ഇനി ബാക്കി ഈ ടേമിൽ ബാക്കി എന്ത് വരുന്നുണ്ട്? 2 റേസ് ടു കെ മൈനസ് 1. അതൊരു ബ്രാക്കറ്റിനകത്ത് എഴുതുക. ഇനി ഇവിടെ എന്ത് ബാക്കി വരുന്നുണ്ട്? 2 റേസ് ടു കെ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു നമുക്ക് ഓപ്പൺ ചെയ്യാമല്ലോ ഈ ബ്രാക്കറ്റ്, ഉള്ളിലുള്ള ബ്രാക്കറ്റ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 2 റേസ് ടു കെ. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നോക്കിയേ, 2 റേസ് ടു കെ 2 റേസ് ടു കെ, രണ്ട് 2 റേസ് ടു കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 എ ആണ്. എയും എയുമാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയേനെ? 2a എന്ന് എഴുതിയേനെ. ഇവിടെ 2 റേസ് ടു കെ ആണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 റേസ് ടു കെ അല്ലേ? അപ്പോൾ 2a ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 2a എന്ന് എഴുതിയേനെ. 2k ആണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 2k എന്ന് എഴുതിയേനെ. അപ്പോൾ 2 റേസ് ടു കെ ആണുള്ളത് കൊണ്ട് അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? 2 ഇൻറ്റു 2 റേസ് ടു കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമല്ലോ? 2 ഇൻറ്റു 2 റേസ് ടു കെ. ഇനി ബാക്കി വരുന്ന -1 നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഇനി ഈ 2 ഇൻറ്റു 2 റേസ് ടു കെ, ഈ ഡോട്ടെന്ന് എഴുതിയേക്കുന്നത് ഇൻറ്റു തന്നെയാണ്. അപ്പോൾ 2 ഇൻറ്റു 2 റേസ് ടു കെ അതല്ലേ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്? 2 ഇൻറ്റു 2 റേസ് ടു കെ അല്ലെങ്കിൽ 2 റേസ് ടു കെ ഇൻറ്റു 2. അത് തന്നെയാണ് എന്ത്? 2 റേസ് ടു കെ പ്ലസ് 1. നമുക്ക് വീണ്ടും എടുത്തിട്ട് എഴുതാമല്ലോ. സോ 2 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. ഓക്കെ. അപ്പോൾ ഈ -1 എന്ന് പറയുന്നത് ഇതാണ്. 2 ഇൻറ്റു 2 റേസ് ടു കെനെ നമ്മൾ എന്തുകൊണ്ടാണ് 2 റേസ് ടു കെ പ്ലസ് 1 എന്ന് എഴുതിയത്? നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നു. അത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. ഓക്കെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയത് 2 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. ഇനി ഇത് നോക്കിക്കേ, നമ്മൾ നേരത്തെ പി ഓഫ് കെ എഴുതിയ സമയത്ത് അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരുന്നു വന്നത്? 2 ഇൻറ്റു 2 റേസ് ടു കെ മൈനസ് 1. അതായത് എന്നിൻ്റെ സ്ഥാനത്ത് കെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ കെ പ്ലസ് 1 കൊടുത്താണ് എഴുതിയിരുന്നെങ്കിലോ, പി ഓഫ് കെ പ്ലസ് 1 നമ്മൾ അങ്ങനെ തന്നെ എഴുതിയിരുന്നെങ്കിലോ എങ്ങനെ വന്നേനെ? 2 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 എന്ന് വന്നേനെ അല്ലേ? ഇത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? സെയിം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്ത് പറയാം? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. ദെയർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. എപ്പോഴാണ് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആവുന്നത്? വെന്നെവർ പി ഓഫ് കെ ഈസ് ട്രൂ. എപ്പോഴൊക്കെയാണോ പി ഓഫ് കെ ട്രൂ ആകുന്നത് അപ്പോഴൊക്കെ എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം? കൺക്ലൂഡ് ചെയ്യാം. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ പ്രൂവ് ദാറ്റ് 1 ഇൻറ്റു 2, ഈ പോയിൻ്റ് എന്ന് കാണുമ്പോൾ 1.2 പ്ലസ് 2.3 എന്ന് വായിക്കരുത്. അതെന്ന് പറയുന്നത് ഇൻറ്റു കാണിക്കാൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടി ഇടുന്ന പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2/3 ആണെന്ന് കാണിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ പി ഓഫ് എൻ എന്ന് വിളിക്കണം. ലെറ്റ് പി ഓഫ് എൻ 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2/3. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പി ഓഫ് 1, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കാണിക്കണം. അപ്പോൾ പി ഓഫ് 1 എഴുതാമല്ലോ. പി ഓഫ് 1 2 കുത്തിട്ടു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പി ഓഫ് 1 എടുക്കുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 2 അല്ലേ? 1 ഇൻറ്റു 2. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് അത് തന്നെയാണ് കിട്ടുക. എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 അല്ലെങ്കിൽ 1 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ. 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് വരിക? എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2/3. അതെങ്ങനെയാണ് വന്നത്? നമ്മൾ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുത്തു. അതാണ് പി ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ 1 ഇട്ട് കൊടുത്തപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2/3.
ഓക്കെ, ഇനി 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2. ഓക്കെ, 2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 1 2, 1 പ്ലസ് 2 3. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3/3. ഇവിടെ ഇൻറ്റു കാണിച്ചിട്ടില്ലെങ്കിലും അത് ഇൻറ്റു ആണെന്നാണ് അർത്ഥം. ഓക്കെ, 1 ഇൻറ്റു 2 ഇൻറ്റു 3/3. ഈ 2 3 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. പിന്നെ ബാക്കി എന്ത് വരുന്നുണ്ട്? 1 ഇൻറ്റു 2. 1 ഇൻറ്റു 2 എന്താണ്? 2 ആണ്. അപ്പോൾ ഈ 2 എടുത്ത് എഴുതി 2 ഈസ് ഈക്വൽ ടു 2. രണ്ട് സൈഡിലും സെയിം തന്നെ കിട്ടിയാലോ. സെയിം നമ്പർ കിട്ടിയാൽ മതി, 1 കിട്ടണമെന്നില്ല. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് സെയിം നമ്പർ കിട്ടിയത് കൊണ്ട് P of 1 2 ആണെന്ന് പറയാം. Therefore P of 1 is true. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ K ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ P of K ട്രൂ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ അസ്യൂം ദാറ്റ് P of K is true. അതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? P of K is true. P of K ട്രൂ ആണെങ്കിൽ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് K കൊടുത്ത് എഴുതാമല്ലോ. അങ്ങനെ K കൊടുത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് K ഇൻറ്റു K പ്ലസ് 1 is equal to K into K plus 1 into K plus 2 by 3. അപ്പോൾ എൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ K എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ കൊടുത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? P of K ട്രൂ ആണെങ്കിൽ P of K plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. P of K ട്രൂ ആണെങ്കിൽ P of K plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, P of K plus 1 നമുക്ക് എഴുതാമല്ലോ. P of K plus 1. P of K plus 1 എഴുതുമ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുക. 1 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് എക്സെട്ര പ്ലസ് എന്തെഴുതണം? എക്സെട്ര പ്ലസ് എക്സെട്ര പ്ലസ് ഈ K ഇൻറ്റു K പ്ലസ് 1 നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് P of K പ്ലസ് 1 എന്ന് എഴുതുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് K പ്ലസ് 1 ഇട്ട് കൊടുത്ത് വേണം എഴുതാൻ. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും? K പ്ലസ് 1 ഇൻറ്റു K പ്ലസ് 2. അതെങ്ങനെയാണ് വന്നത്? നമുക്ക് n തന്ന സമയത്ത്, അതായത് സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണുള്ളത് നോക്കിക്കേ. P of n is equal to 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus n into n plus 1. n എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ n into n plus 1. ഇനി 1 എന്ന് പറയുന്ന നമ്പറാണ് എടുക്കുന്നതെങ്കിൽ 1 into 1 plus 1. 7 ആണെങ്കിൽ 7 into 7 plus 1. 11 ആണെങ്കിൽ 11 into 11 plus 1. 70 ആണെങ്കിൽ 70 into 7 plus 1. അങ്ങനെയാണെങ്കിൽ K plus 1 ആണെങ്കിലോ K plus 1 into K plus 1 plus 1. K plus 1 into K plus 1 plus 1. K plus 1 into K plus 1 plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? K plus 1 plus 1 അത് K plus 2 ആണല്ലേ. K plus 1 plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? K plus 2 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതിനെ തന്നെ നമുക്ക് എങ്ങനെ പറയാം? K plus 1 into K plus 2. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയത്. K plus 1 into K plus 2. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്തറിയാം? നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഈ K plus 1 into K plus 2 മുന്നേ ആയിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ആര് വരുന്നുണ്ട്? K into K plus 1 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ K plus 1 into K plus 2 വരത്തുള്ളൂ. അപ്പോൾ നമുക്കതെന്ത് എഴുതാം? പ്ലസ് K into K plus 1 എന്ന് ഇവിടെ എഴുതി വെക്കാം, അല്ലേ? ഇനി നമുക്ക് എന്തറിയാം? ഇതെന്ന് പറയുന്നത് എന്താണ്? K into K plus 1 into K plus 2 by 3 ആണ്, അല്ലേ? അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാമല്ലോ. ഈസ് ഈക്വൽ ടു ഇതിന് പകരം K into K plus 1 into K plus 2 by 3. ഇനി നമുക്ക് ബാക്കി വരുന്ന ടേംസ് എഴുതാമല്ലോ. അത് ആരൊക്കെയാണ്? K plus 1 into K plus 2. ഇവിടെ പ്ലസ് ഇട്ടിട്ട് K plus 1 into K plus 2. ഓക്കെ ആണല്ലോ. ഇനി ഈ രണ്ട് ടേംസിൽ, അതായത് ഇതൊരു ടേം ഇതൊരു ടേം, ഈ രണ്ട് ടേംസിൽ ആരൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ടെന്ന് നോക്കിക്കേ. K plus 1 ഉണ്ട്, K plus 2 ഉണ്ട്. ഇവിടെയും K plus 1 ഉണ്ട്, K plus 2 ഉണ്ട്. രണ്ടിടത്തും K plus 1ഉം K plus 2ഉം വരുന്നുണ്ട്. വേറെ ടേംസ് ഒന്നും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ആ കോമൺ വരുന്ന ടേംസൊക്കെ പുറത്തേക്ക് എടുത്ത് എഴുതി ബാക്കിയൊക്കെ മറ്റൊരു ബ്രാക്കറ്റിനകത്ത് എഴുതാമല്ലോ. ആ കോമൺ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? K plus 1 into K plus 2. ഇനി മറ്റൊരു ബ്രാക്കറ്റിനകത്ത് ഇവിടെ ബാക്കി എന്ത് വരുന്നുണ്ട്? K plus 1ഉം K plus 2ഉം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരുന്നുണ്ട്? K by 3 വരുന്നുണ്ട്, അല്ലേ? K by 3. ഇനി പ്ലസ് ഇവിടെ നമ്മളെല്ലാം എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ 0 അല്ല ബാക്കി. എന്താണ് ബാക്കി വരുന്നത്? 1 ആണ് ബാക്കി വരുന്നത്. അത് മറക്കരുത്. അപ്പോൾ നമ്മൾ K plus 1ഉം K plus 2 എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ 0 എഴുതി വെക്കരുത്. അവിടെ 1 ആണ് ബാക്കി വരുന്നത്. ഓക്കെ, അപ്പോൾ K by 3 plus 1 എന്ന ബ്രാക്കറ്റിനകത്ത് വന്നു. ഇനി ഈ K by 3 plus 1നെ നമുക്ക് എങ്ങനെ എഴുതാം? K by 3 plus 1നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. 3നെ ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന 3നെ നമ്മൾ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് K plus 3 by 3 എന്ന് കിട്ടുന്നു, അല്ലേ? K plus 3 by 3. K plus 3 by 3. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ K plus 3 ഈ 3 ഡിനോമിനേറ്ററിലുള്ള 3നെ എല്ലാ ടേംസിനും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാമല്ലോ. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? K plus 1 into K plus 2 into K plus 3 divided by 3. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നോക്കിക്കേ, നമ്മൾ
പി ഓഫ് കെ എഴുതിയപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എന്തെന്നാണ് കിട്ടിയത്? പി ഓഫ് കെ എഴുതിയപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2/3 ആണ് കിട്ടിയത് അല്ലേ? ഇനിയിപ്പോൾ പി ഓഫ് 1 ആണ് എഴുതിയെങ്കിലോ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2/3. പി ഓഫ് 7 ആണെങ്കിലോ 7 ഇൻറ്റു 7 പ്ലസ് 1 ഇൻറ്റു 7 പ്ലസ് 2/3. അതുപോലെ കെ പ്ലസ് 1 ആണെങ്കിലോ പി ഓഫ് കെ പ്ലസ് 1 ആണെങ്കിലോ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2/3. നോക്കിക്കേ, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2/3 എന്ന് കിട്ടിയേനെ അല്ലേ? അങ്ങനെയല്ലേ കിട്ടുക? അപ്പോൾ ഈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 2/3. ഈ കെ പ്ലസ് 1 പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? കെ പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ? കെ പ്ലസ് 1 പ്ലസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? ഈ പ്ലസ് 1 പ്ലസ് 2 വരുമ്പോൾ കെ പ്ലസ് 3 ആയി. അപ്പോൾ കെ പ്ലസ് 1 ഇത് നമുക്ക് മറ്റൊരു രീതി പറയുന്നത് എങ്ങനെയാണ്? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3/3. ഇത് തന്നെയല്ലേ നമുക്കിപ്പോൾ കിട്ടിയത്? നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3/3 ആണ് കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം പി ഓഫ് കെ പ്ലസ് 1 എന്താണ്? ട്രൂ ആണ്. Therefore, P of k plus 1 is true whenever P of k is true. Hence, by principle of mathematical induction, this statement is true for all natural numbers n. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തോടുകൂടി നമ്മൾ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഇക്വാലിറ്റീസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ പ്രൂവ് ചെയ്യാം, അതിന് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞു. ആദ്യം പി ഓഫ് എൻ എന്ന് വിളിക്കണം, പി ഓഫ് 1 പ്രൂവ് ചെയ്യണം, അതിനുശേഷം പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം, അതിനുശേഷം പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണെന്ന്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.